കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞുപോകാത്ത ഒരു പേരായിരിക്കും സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പ് എവിടെയുണ്ട്? കാലങ്ങളായ മലയാളികൾ കേൾക്കുന്ന ഒരു ചോദ്യം. കേരള പോലീസിന് ഇന്നും ഉത്തരം നൽകാൻ സാധിക്കാത്ത ചോദ്യം. ഇന്നും പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിലെ ഒന്നാമൻ സുകുമാരക്കുറുപ്പാണ്. അതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് 1984 ജനുവരി 22 ശേഷം നടന്നത്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി താൻ മരിച്ചെന്ന് ആളുകളെ അറിയിക്കുക, മൃതദേഹത്തിനായി മറ്റൊരാളെ കൊല്ലുക, പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള സുകുമാരക്കുറുപ്പിന്റെ ആസൂത്രിത കൊലപാതകം. സുകുമാരക്കുറുപ്പിന്റെ അത്യാർത്തിക്ക് ഇരയാകേണ്ടി വന്നത് മറ്റൊരു മനുഷ്യനും. സുകുമാരക്കുറുപ്പ് കൊലക്കേസ് ചാക്കോ വധക്കേസായി മാറിയ കഥ. അബുദാബിയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സുകുമാരക്കുറുപ്പ് കുടുംബത്തോടൊപ്പം അവിടെയായിരുന്നു താമസവും. അവിടെ ആർഭാട ജീവിതമായിരുന്നു കുറുപ്പിൻ്റേത്. അബുദാബിയിലെയും നാട്ടിലെയും ആഘോഷങ്ങൾക്കെല്ലാം കുറുപ്പ് പണം വാരി എറിയുന്നതിനാൽ നിറയെ സൗഹൃദങ്ങളും അയാൾക്കുണ്ടായിരുന്നു. നാട്ടിലെത്തുമ്പോൾ താമസിക്കാൻ അമ്പലപ്പുഴ ഒരു വീടിൻ്റെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് സുകുമാരക്കുറുപ്പിൻ്റെ കമ്പനി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയാണെന്ന് അറിയിക്കുകയുണ്ടായി. ഉയർന്ന ശമ്പളം വാങ്ങിയിരുന്ന കുറുപ്പിന് കിട്ടിയ വലിയ തിരിച്ചടിയായിരുന്നു കമ്പനിയുടെ ഈ തീരുമാനം. അങ്ങനെ കുറുപ്പ് പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തേടവെയാണ് ജർമ്മനിയിൽ ഇൻഷുറൻസ് പണം തട്ടാൻ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത്. ജർമ്മനിയിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ഒരാളെ കൊന്ന് കാറിലിരുത്തി കത്തിച്ച സംഭവമായിരുന്നു അത്. ഇതോടെ സുകുമാരക്കുറുപ്പ് അബുദാബിയിൽ വെച്ച് 30 ലക്ഷം രൂപയോളം വരുന്ന ഇൻഷുറൻസ് പോളിസി എടുത്തു. ജർമ്മനിയിലേതിന് സമാനമായി കുറ്റകൃത്യം നടത്തി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടാനായിരുന്നു കുറുപ്പിൻ്റെ പ്ലാൻ. ഇതോടെ അബുദാബിയിൽ ഒപ്പം ജോലി ചെയ്യുന്ന ചാവക്കാട് സ്വദേശി ഷാഹു, ഡ്രൈവർ പൊന്നപ്പൻ, കുറുപ്പിൻ്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവ് എന്നിവരെയും കൂടെ കൂട്ടി. ഇൻഷുറൻസ് തുക കിട്ടിയാൽ അതിൽ നിന്ന് ഒരു പങ്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പദ്ധതി നടപ്പാക്കാനായി ജനുവരി 6 കുറുപ്പ് നാട്ടിലേക്കെത്തി. കൊലപാതകം നടത്താനായിരുന്നില്ല ഇവർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. ഏതെങ്കിലും മോർച്ചറിയിൽ നിന്ന് സുകുമാരക്കുറുപ്പിൻ്റെ വണ്ണവും നീളവുമൊക്കെയുള്ള മൃതദേഹം സംഘടിപ്പിക്കാനായിരുന്നു ശ്രമം. എന്നാൽ അത് നടപ്പിലാകില്ലെന്ന് മനസ്സിലായതോടെ ഏതെങ്കിലും സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം കുഴിച്ചെടുക്കാനായി ശ്രമം. എന്നാൽ ആ ശ്രമവും വിഫലമായപ്പോഴാണ് കൊലപാതകത്തിലേക്ക് തിരിയുന്നത്. പിന്നീട് കൊല്ലാനുള്ള ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു മൂവരും. ജനുവരി 21 ആലപ്പുഴയ്ക്കും ഹരിപ്പാടിനുമിടയിൽ 2 കാറുകളിലായി ആളെ തിരക്കി കറങ്ങി നടപ്പായിരുന്നു. ഒരു കാറിൽ ഡ്രൈവർ പൊന്നപ്പനും ഷാഹുവും ഭാസ്കരപിള്ളയും, മറ്റേതിൽ സുകുമാരക്കുറുപ്പുമായിരുന്നു. അപ്പോഴാണ് രാത്രി വൈകി ബസ്സൊന്നും കിട്ടാതെ വഴിയിൽ നിൽക്കുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ആലപ്പുഴ സനാതനം വാർഡ് കണ്ടത്തിൽ MJ ചാക്കോ ഇവരുടെ കണ്ണിൽപ്പെടുന്നത്. കാഴ്ചയിൽ സുകുമാരക്കുറുപ്പിൻ്റെ അതേ വണ്ണവും പൊക്കവുമൊക്കെ. ഇതോടെ ചാക്കോയെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ചാക്കോയ്ക്ക് അരികിലേക്ക് കാർ നിർത്തി ലിഫ്റ്റ് തരാമെന്ന് കാറിലുള്ളവർ പറഞ്ഞപ്പോൾ വീട്ടിൽ പെട്ടെന്നെത്താമെന്നോർത്ത് ചാക്കോയും സമ്മതിച്ചു. മരണത്തിലേക്കാണ് താൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചാക്കോയ്ക്ക് അറിയില്ലായിരുന്നു. വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോഴേക്കും ചാക്കോയെ നിർബന്ധിച്ച് വിഷമടങ്ങിയ മദ്യം കഴിപ്പിച്ചു. ചെറുതായി മയങ്ങിയപ്പോഴേക്കും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അവിടെ നിന്നും ഭാസ്കരപിള്ളിയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ചാക്കോയുടെ വസ്ത്രങ്ങളും മോതിരവും അഴിച്ചുമാറ്റി. കുറുപ്പിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം വയലിൽ കൊണ്ടുപോയി ഡ്രൈവറുടെ സീറ്റിലിരുത്തി കാറിന് തീയിടുകയായിരുന്നു. 1984 ജനുവരി 22 പുലർച്ചെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം വയലിൽ ഒരു കാർ തീപിടിച്ച് കത്തുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹമുണ്ടായിരുന്നു. KLQ 7835 നമ്പർ കണ്ടതോടെ സുകുമാരക്കുറുപ്പിൻ്റെ കാറാണതെന്ന് നാട്ടുകാർ തിരിച്ചറിയുകയായിരുന്നു. സുകുമാരക്കുറുപ്പാണ് മരിച്ചിരിക്കുന്നതെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ അന്ന് കേസ് അന്വേഷിച്ചിരുന്ന DYSP ഹരിദാസ് മാത്രം സുകുമാരക്കുറുപ്പാണ് മരണപ്പെട്ടതെന്ന് വിശ്വസിച്ചില്ല. കാറിന് തീ പിടിച്ചായിരിക്കില്ല മരണമെന്നും ഇതൊരു കൊലപാതകമാണെന്ന് ആദ്യം സംശയം തോന്നിയതും അദ്ദേഹത്തിനായിരുന്നു. ഫോറൻസിക് സർജൻ ഡോക്ടർ B ഉമാദത്തനായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതുവരെ കുറുപ്പെഴുതിയ തിരക്കഥ പോലെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നതും. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കാര്യങ്ങളുടെ ഗതി മാറി. പോസ്റ്റ്മോർട്ടത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്.
കത്തിക്കരിഞ്ഞ ആ മൃതദേഹത്തിൽ പെട്രോൾ പോലെ എന്തോ ഒരു ഇന്ധനം ഒഴുകി തീപിടിച്ചുവെന്ന് കൃത്യമായി മനസ്സിലാകുമായിരുന്നു. ഓടുന്ന കാറിന് തീപിടിച്ചാൽ സാധാരണഗതിയിൽ ഡ്രൈവറുടെ ദേഹത്ത് പെട്രോൾ വീഴില്ല. തീപിടിക്കുമ്പോൾ ഡ്രൈവർക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ കരിയുടെ അംശം ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലും ഉണ്ടാകേണ്ടതാണ്. അതും ഉണ്ടായിരുന്നില്ല. അതായത് ഡ്രൈവർ മരിച്ചതിന് ശേഷമാണ് കാറിനും ഡ്രൈവർക്കും തീപിടിച്ചതെന്ന് മനസ്സിലായി. മരിച്ചതിന് ശേഷമാണ് ചാക്കോയെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയതെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തി. ആമാശയം പരിശോധിച്ചപ്പോൾ രൂക്ഷഗന്ധം കലർന്ന മദ്യത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തി. ഈ പോസ്റ്റ്മോർട്ടത്തോടെ മരിച്ച വ്യക്തി സുകുമാരക്കുറുപ്പല്ല എന്നുറപ്പിച്ചു. മരിച്ചയാളുടെ വയറ്റിൽ വിഷാംശം കണ്ടെത്തിയതോടെ ഇത് കൊലപാതകമെന്ന് ഉറപ്പിക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു. ഇയാളെ കൊലപ്പെടുത്തിയ ശേഷം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി കത്തിച്ചതാകാം എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തി. രണ്ടാം പ്രതി ഭാസ്കരപിള്ളിയുടെ മൊഴിയായിരുന്നു കേസിലെ നിർണായക വഴിത്തിരിവായി മാറിയത്. കുറുപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാനായി ഭാസ്കരപിള്ളിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത് നിർണായകമായി മാറുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയ ഭാസ്കരപിള്ളിയുടെ കൺപോളയിലും പുരികത്തും കയ്യിലും തുടയിലുമൊക്കെ പൊള്ളലേറ്റ മുറിവുകളുണ്ടായിരുന്നു. എന്തു പറ്റിയതാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ തണുപ്പകറ്റാൻ തീ കാഞ്ഞപ്പോൾ തീപ്പൊരി പൊട്ടിത്തെറിച്ച് പൊള്ളിയതാണെന്നായിരുന്നു ആദ്യത്തെ മറുപടി. തുടയിലും കയ്യിലും തീപ്പൊരി വീണാൽ പൊള്ളില്ലല്ലോ എന്ന ഉദ്യോഗസ്ഥന്റെ മറുചോദ്യത്തിന് ചൂടുവെള്ളം പാത്രത്തോടെ എടുത്തപ്പോൾ തട്ടിമറിഞ്ഞ് കാലിലും കയ്യിലും വീണുവെന്നാക്കി മാറ്റി. ഭാസ്കരപിള്ളിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോലീസിനെ നയിച്ചു. ഭാസ്കരപിള്ള ഗൾഫിൽ ജോലി ചെയ്തുണ്ടാക്കിയ പണം സുകുമാരക്കുറുപ്പ് തട്ടിയെടുത്തുവെന്നും ആ വൈരാഗ്യം തീർക്കാൻ കുറുപ്പിനെ കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചുവെന്ന് വരെ പറഞ്ഞു. പക്ഷേ ഈ നുണക്കഥകളെല്ലാം പാളി. കൊല്ലപ്പെട്ടത് സുകുമാരക്കുറുപ്പല്ലെന്ന് ഭാസ്കരപിള്ളിയുടെ മൊഴിയിൽ നിന്ന് തന്നെ പോലീസിന് മനസ്സിലായി. അതോടെ കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്താനായി പോലീസിന്റെ ശ്രമം. ഇതോടെ സംഭവം നടന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ആരെയെങ്കിലും കാണാതായതായി പരാതി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. ഫിലിം റെപ്രസെൻറ്റേറ്റീവായ MJ ചാക്കോയെ 2 ദിവസമായി കാണാനില്ലെന്ന് കാട്ടി സഹോദരൻ പരാതി നൽകിയിട്ടുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച പകുതി കത്തിയ അടിവസ്ത്രം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ചാക്കോയുടേതാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരിച്ചറിഞ്ഞു. ഭാസ്കരപിള്ള കുറ്റസമ്മതം നടത്തിയതോടെ എറണാകുളത്ത് നിന്ന് ചാക്കോയുടെ വാച്ചും മോതിരവും കത്തിക്കരിഞ്ഞ വസ്ത്രങ്ങളും കണ്ടെത്തി. 1984 ഫെബ്രുവരി 1 പോലീസ് സർജൻ ഉമാദത്തൻ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി തലയോട്ടി സൂപ്പർ ഇമ്പോസിഷൻ ചെയ്ത് അത് ചാക്കോയുടേതാണെന്ന് തെളിയിച്ചു. അങ്ങനെയാണ് സുകുമാരക്കുറുപ്പ് കൊലക്കേസ് ചാക്കോ വധക്കേസായി മാറുന്നത്. പോലീസ് കസ്റ്റഡിയിലിരുന്ന ഭാസ്കരപിള്ള സത്യം തുറന്നു പറയുമ്പോൾ സുകുമാരക്കുറുപ്പ് നാടുവിട്ടിരുന്നു. അന്നു മുങ്ങിയ കുറുപ്പിനെ എത്ര അന്വേഷിച്ചിട്ടും പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ കേസിലെ ആ കുറ്റവാളി ഇന്നും ജീവനോടെ ഉണ്ടോ എന്നത് ആർക്കും അറിയില്ല.